ഓം മഹേശ്വരി നമഃ. ലളിത സഹസ്രനാമം അർത്ഥം. ഇന്ന് 6 വരി നാമങ്ങളുടെ അർത്ഥമാണ് പറയുന്നത്. വരികൾ ഏതെല്ലാം എന്ന് നോക്കാം. ചൈതന്യാർഘ സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ സദോദിത സദാദുഷ്ട തരുണാദിത്യ പാടല ദക്ഷിണാരാധ്യ തരസ്മേരു മുഖാംബുജ കൗലിനി കേവലാനർഘ്യ കൈവല്യ പദദായിനി സ്തോത്രപ്രിയ സ്തുതിമതി സ്തുതി സംസ്തുത വൈഭവ മാനസിനി മാനവതി മഹേഷി മംഗളാകൃതി വിശ്വമാത ജഗതാത്രി വിശാലാക്ഷി വിരാഗിണി പ്രഗൽഭ പരമോദാര പരമോദ മനോന്മയി വ്യോമകേശി വിമാനസ്ഥ വജ്രിണി വാമകേശ്വരി പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേത മഞ്ചാതിശായിനി പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി ശാശ്വതി ശാശ്വതേശ്വര ശർമ്മദ ശംഭുമോഹിനി. ഇത്രയും വരികളുടെ അർത്ഥമാണ് ഇന്ന് പറയുന്നത്. ആദ്യം ചൈതന്യാർഘ സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ. ചൈതന്യാർഘ സമാരാധ്യ സ്വന്തം ജ്ഞാനമാകുന്ന അർഘ്യത്താൽ ആരാധിക്കപ്പെടുവാൻ യോഗ്യതയുള്ളവളാണ് ദേവി. ചൈതന്യ കുസുമപ്രിയ ജ്ഞാനമാകുന്ന, അതായത് മനസ്സാകുന്ന കുസുമം ഇഷ്ടമുള്ളവളാണ് ദേവി. സദോദിത സദാദുഷ്ട തരുണാദിത്യ പാടല. സദോദിത എല്ലായ്പ്പോഴും സ്വന്തം പ്രകാശത്താൽ വിളങ്ങുന്നവളാണ് ദേവി. സദാദുഷ്ട എല്ലായ്പ്പോഴും സന്തുഷ്ടയായിരിക്കുന്നവളാണ് ദേവി. എപ്പോഴും സന്തോഷവതിയാണ് ദേവി. തരുണാദിത്യ പാടല മധ്യാഹ്ന സൂര്യനെ പോലെ, അതായത് ഉച്ച സമയത്തുള്ള സൂര്യനെ പോലെ ചുവന്ന കളറും കൂടിയ നിറത്തോടു കൂടിയവളാണ് ദേവി. ദക്ഷിണാരാധ്യ ദരസ്മേര മുഖാംബുജ. ദക്ഷിണാരാധ്യ പണ്ഡിതന്മാരാലും പാമരന്മാരാലും ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. ദക്ഷിണഭാഗം വാമഭാഗം ഇവയാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. ദരസ്മേരു മുഖാംബുജ മന്ദഹാസത്തോടു കൂടിയ മുഖപത്മത്തോടു കൂടിയവളാണ് ദേവി. കൗലിനി കേവല അനർഘ്യ കൈവല്യ പദദായിനി. കൗലിനി കേവല കാലനിർണയ ദേവതകളെ പോലും നിസ്സാരമാക്കി കളയുന്നവളാണ് ദേവി. കാലത്തിന് അതീതയാണ് ദേവി. അനർഘ്യ കൈവല്യ പദദായിനി അമൂല്യമായ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നവളും ദേവി തന്നെയാണ്. സ്തോത്രപ്രിയ സ്തുതിമതി സ്തുതി സംസ്തുത വൈഭവ. സ്തോത്രപ്രിയ സ്തോത്രങ്ങളാൽ സ്തുതിക്കപ്പെടുന്നതും ഇഷ്ടമുള്ളവളാണ് ദേവി. സ്തുതിമതി സ്തോത്രങ്ങളാൽ സ്തുതിക്കപ്പെടുവാൻ യോഗ്യതയായവളും ദേവി തന്നെയാണ്. ശ്രുതി സംസ്തുത വൈഭവ വേദങ്ങളാൽ വാഴ്ത്തപ്പെടുന്ന വൈഭവത്തോടു കൂടിയവളാണ് ദേവി. മാനസിനി മാനവതി മഹേഷി മംഗളാകൃതി. മാനസിനി മഹാമനസ്കയായവളാണ് ദേവി. സ്വതന്ത്രമായ മനസ്സിനുടമയായവളാണ് ദേവി. മാനവതി അപരാധികളായ ഭക്തന്മാരിലും പക്ഷഭേദമുള്ളവളാണ് ദേവി. മഹേഷി മഹേശൻ്റെ പത്നിയായവളാണ് ദേവി. മംഗളാകൃതി മംഗളകരമായിരിക്കുന്നതും ദേവി തന്നെയാണ്. വിശ്വമാത ജഗതാത്രി വിശാലാക്ഷി വിരാഗിണി. വിശ്വമാത പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ മാതാവായിരിക്കുന്നതും ദേവി തന്നെയാണ്. ജഗതാത്രി ജഗത്തിനെ മുഴുവൻ ധരിക്കുന്നവളും ദേവി തന്നെയാണ്. വിശാലാക്ഷി വിശാലമായ അക്ഷികളോട് കൂടിയവളാണ് ദേവി. വിരാഗിണി വൈരാഗ്യത്തോട് കൂടിയവളാണ് ദേവി. പ്രഗൽഭ പരമോദാര പരമോദ മനോന്മയി. പ്രഗൽഭ പ്രതിഭാശാലിയായിരിക്കുന്നതും ദേവി തന്നെയാണ്. പരമോദാര ഉത്കൃഷ്ടമായ ഔദാര്യശീലമുള്ളവളാണ് ദേവി. പരമോദ വർദ്ധിച്ച പരിമളത്തോട് കൂടിയവളും ദേവി തന്നെയാണ്. ഉത്കൃഷ്ടമായ കീർത്തിയോട് കൂടിയവളാണ് ദേവി. മനോന്മയി പരിശുദ്ധമായ മനസ്സിൻ്റെ രൂപത്തിലുള്ളവളും ദേവി തന്നെയാണ്. വ്യോമകേശി വിമാനസ്ഥ വജ്രിണി വാമകേശ്വരി. വ്യോമകേശി ആകാശം വരെ എത്തുന്ന കേശഭാരത്തോട് കൂടിയവളാണ് ദേവി. വ്യോമങ്ങൾ തന്നെ കേശമായിരിക്കുന്നവളാണ് ദേവി. വിമാനസ്ഥ ദിവ്യമായ വിമാനത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. വിശിഷ്ടങ്ങളായ പ്രമാണങ്ങളിൽ കുടിക്കൊള്ളുന്നവൾ എന്നർത്ഥം. വജ്രിണി വജ്രായുധധാരിയായ ഇന്ദ്രാണിയുടെ രൂപത്തിലുള്ളതും ദേവി തന്നെയാണ്. വജ്രാഭരണങ്ങൾ ധരിച്ചവളും ദേവി തന്നെയാണ്. വാമകേശ്വരി കൗളമാർഗത്തിൽ, അതായത് വാമമാർഗത്തിൻ്റെയൊക്കെ ഈശ്വരിയായവളാണ് ദേവി. പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേത പഞ്ചാതിശായിനി. പഞ്ചയജ്ഞപ്രിയ പഞ്ചയജ്ഞങ്ങൾക്ക് പ്രിയമായവളാണ് ദേവി. പഞ്ചയജ്ഞങ്ങൾ അധ്യാപനം തർപ്പണം ഹോമം ബലി അതിഥി പൂജന ഇവയാണ് പഞ്ചയജ്ഞങ്ങൾ. പഞ്ചപ്രേത മഞ്ചാതിശായിനി. പഞ്ചപ്രേതങ്ങളാൽ വഹിക്കപ്പെടുന്ന മഞ്ചത്തിലിരിക്കുന്നവളും ദേവി തന്നെയാണ്.
പഞ്ചമി. അടുത്തത് പഞ്ചമി പഞ്ചഭൂതേശി സംഖ്യോപചാരിണി. പഞ്ചമി പഞ്ചബ്രഹ്മാക്കളെ അഞ്ചാമനായ സദാശിവൻ്റെ പത്നിയാണ് ദേവി. പഞ്ചഭൂതേശി പഞ്ചഭൂതങ്ങളുടെയും അതീശ്വരിയാണ് ദേവി. പഞ്ചസംഖ്യോപചാരിണി 5 ഉപചാരങ്ങളാൽ പൂജിക്കപ്പെടുന്നവളാണ് ദേവി. ഗന്ധം, ധൂപം, ദീപം, നൈവേദ്യം, പുഷ്പം, ഇതാണ് പഞ്ചോപചാരങ്ങൾ. ശാശ്വതി ശാശ്വതൈശ്വര്യ ശർമ്മദ ശംഭുമോഹിനി. ശാശ്വതി അനശ്വരമായിരിക്കുന്നതും ദേവി തന്നെയാണ്. ശാശ്വതൈശ്വര്യ അനശ്വരമായ ഐശ്വര്യത്തോട് കൂടിയതും ദേവി തന്നെയാണ്. ശർമ്മദ എന്നും നശിക്കാത്ത സുഖത്തെ പ്രദാനം ചെയ്യുന്നവളാണ്. എന്നും സുഖം മാത്രം തരുന്നവളും ദേവി തന്നെയാണ്. ശംഭുമോഹിനി പരമശിവനെ മോഹിപ്പിക്കുന്നവളാണ് ദേവി. ഓം മഹേശ്വരിയേ നമഃ. ഇനി അടുത്ത ദിവസം. എല്ലാവർക്കും നമസ്കാരം.